എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടിൽ പല്ലികൾ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ട്. മിക്കവർക്കും പല്ലികളെ കാണുന്നത് ഒരറപ്പും വെറുപ്പും അരിശവുമാണല്ലേ. എനിക്കും കിച്ചണിലൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇതൊക്കെ പല്ലികളൊക്കെ വരുമ്പോൾ ഭയങ്കര അരിശമാണ്. അപ്പം നമുക്ക് പല്ലീനെ ഓടിക്കാനുള്ള ഒരു മാർഗം നോക്കാവേ. വളരെ സിമ്പിളും ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള നമുക്ക് വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് പല്ലീനെ ഓടിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണിത്. അപ്പോൾ ഇനി അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കിതിനു വേണ്ടി ഒരു ചെറിയൊരു ബൗൾ വേണം. ഏതെങ്കിലും വേസ്റ്റ് പാത്രം മതി. പിന്നെ വൈറ്റ് വിനെഗർ വേണം, ഡെറ്റോൾ വേണം, ഒരു സ്പ്രേ ബോട്ടിൽ വേണം. ഇപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ മതി. അപ്പം നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡെറ്റോളില്ലേ, അതിനകത്തുനിന്ന് ഒരു ടേബിൾ സ്പൂണോളം ഡെറ്റോൾ എടുത്താൽ മതിയേ. കുഞ്ഞു ബോട്ടിൽ, നമ്മുടെ സ്പ്രേ ബോട്ടിലിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾ ഡെറ്റോൾ എടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പം ഡെറ്റോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, വിനെഗറാണ്. അപ്പം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം വിനെഗറും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ വിനെഗറും ഡെറ്റോളും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമ്മളുടെ കളർ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ ഒഴിച്ച് കൊടുക്കുന്നത് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം എൻ്റെ സ്പ്രേ ബോട്ടിൽ ഇച്ചിരി വലിയതായതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ് എടുത്തേക്കുന്നത്. കുഞ്ഞ് സ്പ്രേ ബോട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ വെച്ച് ഒഴിച്ച് കൊടുക്കാൻ പറ്റുമോ വെള്ളം. ഇപ്പം നമുക്ക് ഒത്തിരി ലിക്വിഡായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അധികമൊന്നും വേണ്ട നമുക്ക്. അപ്പം കുറച്ച് ഉണ്ടാക്കി നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പം പല്ലിയൊക്കെ കാണുമ്പം അതിൻ്റെ മേളിൽ അടിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുമേ. അങ്ങനെ ഞാനിപ്പം ഇത് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുക്കുക. ഈ 2 ഇൻഗ്രീഡിയൻറ്റ് എല്ലാവരുടെയും അടുക്കളയിൽ ഉള്ള ഇൻഗ്രീഡിയൻ്റാണ്. ആർക്കും അപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാവുന്ന മരുന്ന് തന്നെയാണ്. ഇങ്ങനെ ഇപ്പം ഞാൻ നമ്മളുടെ മരുന്ന് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മളുടെ ചാനലിൽ വേറെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മളുടെ കബോർഡിൻ്റെ കീഴിലും പിന്നെ ടേബിളിൻ്റെ അടിയിലും ഒക്കെ ഇങ്ങനെ പല്ലിക്കാഷ്ടം കാണുമേ, അവിടെയൊക്കെ നമുക്ക് ഈ ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഈ മരുന്ന്. അങ്ങനെ പല്ലിയുടെ മേത്തെ പല്ലി കാണുമ്പം അതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയേ ഈ ലിക്വിഡ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ റിസൾട്ട് കാണാൻ പറ്റും. ഒരു 5 മിനിറ്റിനുള്ളിൽ പല്ലി ചത്ത് വീഴുവേ. പല്ലി ഉള്ള സ്ഥലത്ത് എല്ലായിടത്തും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണേ. ജനലിൻ്റെ റെയിലേലും പിന്നെ സോഫയുടെ അടിയിലും സൈഡിലും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമേ. ഇതിപ്പം കുഞ്ഞു പിള്ളേരുണ്ടെങ്കിൽ തന്നെ ഡെറ്റോളല്ലേ, നമ്മൾ അതും ഡൈല്യൂട്ടഡ് ആക്കിയ ഡെറ്റോളാണ്. അപ്പം കുറച്ചൊക്കെ കയ്യിലൊക്കെ പറ്റിയാലും സാരമില്ല, അത് പെട്ടെന്ന് ഉണങ്ങിപ്പൊക്കോളും. അപ്പം സേഫുമാണ്, കെമിക്കൽ ഫ്രീയുമാണ്. അങ്ങനെ ഇപ്പം ഞാനിവിടെ ഡൈനിങ് ടേബിളും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പം രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ സ്പ്രേ ചെയ്ത് തൂത്ത് കൊടുത്താൽ നമുക്ക് ഒത്തിരി പല്ലിശല്യം കുറഞ്ഞിരിക്കുവേ. കൂടാതെ നമ്മളുടെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ അതും കൂടെ തൂത്ത് കൊടുക്കണം. അവരിരുന്ന് കഴിക്കുന്നതല്ലേ. അപ്പം ഡെറ്റോളാണെങ്കിലും അത് നല്ലതല്ലേ. ഡെറ്റോൾ വെച്ച് ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്താൽ പല്ലിയും പാറ്റായും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് നമ്മൾ കിച്ചൺ പ്ലാറ്റ്ഫോം, നമ്മൾ കിടക്കുന്നതിൻ്റെ മുന്നേ നമ്മളുടെ കിച്ചൺ പ്ലാറ്റ്ഫോമും കൂടെ തൂത്ത് കൊടുക്കണേ. നല്ല ഒരു സ്മെല്ലുമാണ്. കൂടാതെ പല്ലി, പാറ്റ, ഈച്ച, ഉറുമ്പ് ഇതൊക്കെ മാറിക്കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വില ഒട്ടും ഇല്ലാത്ത സാധനമല്ലേ, നമുക്ക് വീട്ടിൽ ഉള്ള സാധനം വെച്ചാൽ ഞാൻ ഈ കാണിച്ച് തന്നേക്കുന്ന ടിപ്പ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് അറിയിക്കണേ. Thank you for watching.